നിങ്ങളുടെ എല്ലാവരും വീട്ടിലൊരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി നടന്നുള്ളൂന്നൊക്കെ പറയുന്നുണ്ട്. ശശി ചേട്ടൻ എന്നാണ് കല്യാണം കഴിക്കുന്നത്? വരും നാളുകളിലൊക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ബ്രോക്കറാണ്. ഹോപ്പ് എന്ത് പറയുന്നു? ഹോപ്പ് സുഖമായിട്ടിരിക്കുന്നു. ഹോപ്പിന്റെ കല്യാണമല്ല എന്നാണോ? 2 വയസ്സായുള്ളൂ, അതിനെ വെറുതെ വിട്ടേക്ക് പ്ലീസ്. ഹോപ്പിന്റെ കല്യാണമല്ല എന്നാണോ? 2 വയസ്സായുള്ളൂ, അതിനെ വെറുതെ വിട്ടേക്ക്. ഇത് ടീച്ചർ തുടങ്ങണേ ജയശേട്ടന്റെ സമയം ഒട്ടും ശരിയല്ല പറയട്ടോ. അപ്പൊ അതൊരു നെഗറ്റീവായിട്ട് പറഞ്ഞു തുടങ്ങിയ ടീച്ചറാണ് എന്ന് തോന്നിയായിരുന്നു. നെഗറ്റീവും പോസിറ്റീവ് ആവുമല്ലോ. വേറെ ഏതാ നെഗറ്റീവ് ഉള്ളേ? ഞാൻ നിങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് അഭിനയിച്ച സിനിമകളൊക്കെ ആലോചിക്കായിരുന്നേ. പ്രാവിൻകൂട് ഷാപ്പ്, പ്രാവ്, ഇവിടെ പൊന്മാൻ, അത് കഴിഞ്ഞ് പൈങ്കിളി, മൊത്തം ഒരു കിളിമയമാണല്ലോ. പിന്നെ ഇത് പൊന്മാനല്ല, പൊന്മാനല്ലേ? പക്ഷെ പൊന്മാൻ ഞങ്ങൾക്ക് കിളിയാണ്. അത് പൊന്മാനല്ലേ? പൊന്മാനാണല്ലോ. പൊന്നു കൊണ്ടുവരുന്ന മാൻ പൊന്മാൻ. ഓ മൈ ഗോഡ്, സൂപ്പർമാൻ നിങ്ങൾക്ക് കിളിയാണോ? ഇതില് എനിക്ക് ഞാനിപ്പോ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ആരെയാണെന്നറിയോ? നിഖിലേനെ. എന്ത് ചോദിച്ചാലും തഗ് മറുപടികൾ മാത്രം അങ്ങനെ ഒരു തഗ് മറുപടികളൊക്കെ എപ്പോഴെങ്കിലും നിഖിലയുടെ അടുത്ത് കേൾക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായോ? ഇത് ചോദ്യം ചോദിക്കുമ്പോൾ ബേസിലേട്ട് നസ്രിയ ചേച്ചിയായിട്ട് ആൻസർ പറയണം. യു ആർ നസ്രിയ ആൻഡ് നസ്രിയ ചേച്ചി ബേസിലാണ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ ഫസ്റ്റ് ബേസിലേട്ടനോടാണ്. അപ്പൊ നസ്രിയാണ് കേട്ടോ പുള്ളി കയറിയിരിക്കുന്നത്. ആരാ? നസ്രിയ. ഒരു നടിയായിട്ടാണോ അതൊരു പ്രൊഡ്യൂസർ ആയിട്ടാണോ കൂടുതൽ കംഫർട്ടബിൾ? പ്രൊഡ്യൂസർ. അത് എന്തുകൊണ്ട്? എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. ഇത് വെച്ചിട്ട് നരൻ എന്ന് പാടി. ഹോപ്പ് ഇല്ലാത്തവർക്ക് ഹോപ്പ് കൊടുക്കാൻ വേണ്ടി ഒരു അഡ്വൈസ് കൊടുക്കുന്നത് എന്തായിരിക്കും? സ്റ്റേ പോസിറ്റീവ്. എല്ലാം സംഭവിക്കുന്നത് നല്ലതിനായിരിക്കും. പിന്നെ ഒരാള് കട്ടെടുത്തോണ്ട് പോകുന്നത് നല്ലതിനല്ലേ? ചിലപ്പോ അത് വേറെ എന്തെങ്കിലും ആയിരിക്കും. ഡെസ്റ്റിനി അവനെ കൊണ്ടെത്തിക്കുന്നത് ചിലപ്പോ ആ വോളത്തിൽ ഒരു ബോംബ് ഉണ്ടായിരുന്നെങ്കിൽ അത് വന്ന് ഇവിടെ ബോംബ് പൊട്ടിച്ചാവുന്നത്. അവൻ തന്നെ അവന്റെ വീട്ടിൽ നിന്ന് വോളറ്റില് ബോംബ് ഇട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. എങ്ങനെയാണ് ഐശ്വര്യ ഒരു ജാതി ജാതകത്തിലേക്ക് എത്തിയത്? സ്ക്രീൻ ടെസ്റ്റ് ആണ്. ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ഇതിന്റെ അസിസ്റ്റന്റ് മെസ്സേജ് അയച്ചതാണ്. ഓരോ ക്യാരക്ടറായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കി അവസാനം എന്റെ ക്യാരക്ടറിന്റെ പേര് ഗോപിക എന്നാണ്. ഇതില് ക്യാരക്ടറിനെ പറ്റി പറഞ്ഞോട്ടെ? ജസ്റ്റ് പറയാം. ഇവളോട് ഇതൊന്നും പറയേണ്ട കാര്യം ഇതൊക്കെ വേണ്ടത്. രണ്ട് ലെജൻഡറി ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ചില്ലേ? ഒന്ന് ബേസിൽ ജോസഫും മറ്റേത് ഫഹദ് ഫാസിലും. വീണക്ക് എന്റെ കിഡ്നി അല്ലോ. യു നീഡ് മൈ കിഡ്നി. അവ രണ്ട് ഭയങ്കര ആൾക്കാരുടെ കൂടെ ഒന്നിച്ചില്ലേ? രണ്ടുപേരിൽ നിന്നും പഠിച്ച ഒരു കാര്യം എന്താണ്? ഇനി വീണ്ടും ഒന്നിക്കരുത്. ഇനി ഒരിക്കലും. മുകുന്ദനുണ്ണി, പിന്നെ ഓർമ്മയുണ്ട് ഈ മുഖം, അങ്ങനെ കുറെ ഡയലോഗ്സ് ഉള്ള സിനിമകൾ വരുമല്ലോ. ജാതകത്തിന് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഓൺ ലൊക്കേഷൻ ആണ്. അങ്ങനെ ജാതകത്തിലുള്ള ഒരു ഡയലോഗ് പറയാവോ? നല്ല ഓർമ്മയിലുള്ള? ഇല്ല, പറയാൻ പറ്റില്ല. അതെന്താ? അത് പടത്തിലല്ലേ? സർപ്രൈസ് ആണോ? എല്ലാ സെന്റൻസുകളും സർപ്രൈസ് ആണോ? ഓർമ്മയില്ലാതാ.